ഇന്നത്തെ സ്പെഷ്യലി നല്ലൊരു ബീഫ് കറിയും നല്ല അടിപൊളി ഫ്രൈഡ് റൈസാണ് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം ബീഫ് കറി എങ്ങനെ അതിൻ്റെ എന്തൊക്കെ ആവശ്യമുള്ളതെന്ന് നോക്കാം. ബീഫ് കറിക്ക് ആദ്യം വേണ്ടത് ഉപ്പ് മാത്രം ഇട്ട് വേവിച്ച ബീഫാണ് കേട്ടോ. അതൊരു 3/4 കിലോനോളം വേണം. മഞ്ഞളും ഒന്നുമില്ല അതിൽ, കുരുമുളകും മഞ്ഞളും ഒന്നുമില്ല, വെറും ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചതാണ് കേട്ടോ. പിന്നെ തക്കാളി ഒരെണ്ണം വേണം കേട്ടോ. വലിയ ഉള്ളി 2 എണ്ണം, പച്ചമുളക് 4 എണ്ണം വേണം. ഇഞ്ചി 2 പീസ്, മീഡിയം സൈസുള്ള 2 പീസ് കേട്ടോ. പിന്നെ വേണ്ടത് കുരുമുളകാണ്, അത് 2 വലിയ സ്പൂൺ വേണം. പിന്നെ വെളുത്തുള്ളി ഒരു മീഡിയം സൈസുള്ള വെളുത്തുള്ളി. പിന്നെ വേണ്ടത് തേങ്ങയാണ്, അത് 2 വലിയ സ്പൂൺ വേണം. കാഷ്യൂനട്ട് ഒരു 5 എണ്ണം വേണം കേട്ടോ. പിന്നെ വെളുത്ത എള്ള് ഒരു ചെറിയ സ്പൂണ്, അതുപോലെ തന്നെ പൊട്ടുകടലയും ഒരു ചെറിയ സ്പൂണ് വേണ്ട കേട്ടോ. പിന്നെ വേവിച്ച ഉരുളക്കിഴങ്ങ് അതൊരു 3 എണ്ണം മീഡിയം സൈസിലുള്ളത്. പിന്നെ മല്ലിച്ചപ്പും പുതിനയും അതൊരു കൈപ്പിടി, രണ്ടും പാടെ ഒരു കൈപ്പിടി നിറയെ വേണം കേട്ടോ. പിന്നെ ഗരം മസാല പൗഡർ ഒരു 1/2 സ്പൂൺ വേണം. പിന്നെ വേണ്ടത് പാകത്തിനുള്ള ഉപ്പാണ് കേട്ടോ. ഈ ബീഫ് കറി ഉണ്ടല്ലോ, അത് നമുക്ക് റൈസിൻ്റെ കൂടിയും പിന്നെ പലഹാരമല്ലേ, പൊറോട്ട, പത്തിരി, ദോശ അങ്ങനത്തതിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ അതാദ്യം കുറച്ച് വെളിച്ചെണ്ണ, ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ചട്ടിയിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം തന്നെ മിക്സിയുടെ ചെറിയ ജാറിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും പച്ചമുളകും പാടെ നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും പാടെ അതിലിട്ടിട്ട് എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ച് എടുക്കുക കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി മിക്സില്ലേ, അത് നന്നായി മൂത്ത് വരുമ്പോൾ അതിക്ക് നമ്മൾ 2 വലിയ ഉള്ളില്ലേ അത് വെട്ടിയത് അതിട്ടിട്ട് പാകത്തിനുള്ള ഉപ്പിട്ടിട്ട് വാട്ടിയെടുക്കണം കേട്ടോ. ഇപ്പം തന്നെ ഈ കറിക്ക് വാട്ടണതിനുള്ള ഉപ്പ് ഇപ്പം തന്നെ ഇട്ടോളണം. പിന്നെ ബീഫിൽ ഓൾറെഡി നമ്മൾ ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചതാണ് കേട്ടോ. പിന്നെ വരുന്നത് ബോയിൽഡ് പൊട്ടാറ്റോ ആണ്, അതും നമ്മൾ ഉപ്പിട്ട് വേവിച്ചതാണ് കേട്ടോ. അപ്പം ഇനി ഇതിക്ക് വേണ്ടത് ഉള്ള ഉപ്പ് ഇപ്പം തന്നെ ഇട്ടോളണം. പിന്നെ വേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് തേങ്ങയല്ലേ, തേങ്ങയ്ക്ക് കാഷ്യൂനട്ടും പൊട്ടുകടലയും എള്ളുമില്ലേ എടുത്ത് വെച്ചത് അതെടുത്തിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കും. അപ്പോഴത്തേന് ഏകദേശം ഉള്ളി വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഉള്ളി വാടി വരുമ്പോഴേക്ക് തക്കാളി 2 എണ്ണം ഒരു മീഡിയം സൈസ് തക്കാളി എടുത്ത് വെച്ചിട്ടില്ലേ, ആ തക്കാളി ഇട്ടിട്ട് ഇതേപോലെ അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കാം കേട്ടോ. തക്കാളിയും ഉള്ളിയും നന്നായിട്ട് വാടി കുഴഞ്ഞ് വരില്ലേ, അപ്പോൾ നമ്മൾ അതിൽ ബീഫിനെ കുറച്ച് വെള്ളത്തോട് കൂടിയിട്ടാണ്, വെള്ളം ഒഴിച്ചിട്ടല്ലേ നമ്മൾ ബീഫ് വേവിക്കുന്നത്. അപ്പോൾ അതിൽ സ്റ്റോക്ക് ഉണ്ടാവും, അത് കുറച്ച് ഈ ഉള്ളിക്കും തക്കാളിക്കും ഇട്ടിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല പേസ്റ്റായി കിട്ടും, നല്ല തിക്കായി വരും. അപ്പോൾ അത് വെള്ളം ഒഴിച്ച് വേവിച്ച കാരണം ബീഫ് നല്ലോണം തിളച്ച് നല്ല തിക്കായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ പിന്നെ നമ്മൾ ഇടുന്നത് വേവിച്ച ഉരുളക്കിഴങ്ങില്ലേ അതാണ് കേട്ടോ. അതൊന്ന് കയ്യിലേറ്റൊന്ന് മെല്ലെ ഉടച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മളിടുന്നത് ബീഫ് വേവിച്ചതില്ലേ അതാണ് കേട്ടോ. അതും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് സെറ്റാക്കാം കേട്ടോ. പിന്നെ നമ്മൾ മല്ലിച്ചപ്പും പുതിനയില്ലേ ഒരു കൈപ്പിടി ഫുള്ളാണ് എടുക്കേണ്ടത്. അതിൻ്റെ ഒരു പകുതിയോ മുക്കാലോളം എടുത്തിട്ട് അതും ഇട്ട് കൊടുക്കുക കേട്ടോ. മല്ലിച്ചപ്പും പുതിന ഇടുമ്പോൾ നല്ലൊരു മണം വരും. എന്നിട്ട് പിന്നെ അത് ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ ഒഴിക്കണത് നമ്മൾ തേങ്ങൻ്റെ മിക്സില്ലേ, കടലയും എള്ളൊക്കെ ഇട്ട് അരച്ചത്, അതും കൂടി ഒഴിച്ചു കൊടുക്കുക. അതും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. പിന്നെ നമ്മളിടുന്നത് ഗരം മസാല പൗഡറില്ലേ അതും, പിന്നെ കുറച്ച് വന്ന മല്ലിച്ചപ്പും പുതിനയും ബാക്കി വെച്ചിട്ടില്ലേ ലേശം, അതും കൂടി ഇട്ടിട്ട് നല്ല തിളച്ചിട്ട് അടച്ചേക്കുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ്, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണം. ഇനി നമ്മൾ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടത് സെല്ല റൈസ് ഇല്ലേ, നമ്മൾ കപ്സ് വെക്കണ റൈസ്,
അത് 4 ഗ്ലാസ് എടുത്തിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ സോയാ സോസ് അത് 2 സ്പൂൺ വേണം. പിന്നെ വെളുത്തുള്ളി 5 എണ്ണം വേണം കേട്ടോ. പിന്നെ വേണ്ടത് ബീൻസ് അതൊരു 3 എണ്ണം മതി. പിന്നെ വലിയ ഉള്ളി 1 എണ്ണം വേണം കേട്ടോ, മീഡിയം സൈസിലുള്ളത്. പിന്നെ ക്യാരറ്റ് 1 എണ്ണം അതും മീഡിയം സൈസിലുള്ളത്. ക്യാപ്സിക്കം 1ൻ്റെ 1/4 ഭാഗം മതി കേട്ടോ. പിന്നെ വേണ്ടത് മല്ലിച്ചപ്പാണ്, അതൊരു കുറച്ച് മതി, ഒരു 3 തണ്ട് മതിട്ട് ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഒരു ചെറിയ പീസ് പട്ടയും ഒരു 3 ഗ്രാമ്പൂവുമാണ് കേട്ടോ. പിന്നെ എടുത്തിക്കുന്നത് എഗ്ഗാണ്, അത് 2 എണ്ണം ഉണ്ട്. പിന്നെ ഗരം മസാല പൗഡർ 1/4 സ്പൂൺ ഉണ്ട് കേട്ടോ. പിന്നെ ഉപ്പ് പാകത്തിന്. പിന്നെ വേണ്ടത് അപ്പോൾ ആദ്യം നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. മറ്റേ വെള്ളത്തിലിട്ട് വെച്ച അരിയില്ലേ അതും, പിന്നെ അതിക്ക് പാകത്തിന് ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിലും പിന്നെ ഗ്രാമ്പും ഏലക്ക ചെറിയൊരു പീസില്ലേ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. റൈസ് ഫുള്ളായിട്ട് വേവണ വരെ തന്നെ വേവിച്ചെടുക്കണം. എന്നിട്ട് വെന്തതിന് ശേഷം അതൊന്ന് ഊറ്റി വെക്കാം. പിന്നെ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ കോഴിമുട്ട ചിക്കി പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉപ്പും പാകത്തിനുള്ള ഉപ്പിട്ടിട്ട് കോഴിമുട്ട ഒന്ന് നന്നായിട്ട് ചിക്കി പൊരിച്ച് മാറ്റി വെക്കുക. ഇനി നമ്മൾ വെജിറ്റബിൾസ് വാട്ടിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടത് ഓയിൽ സൺഫ്ലവർ ഓയിൽ തന്നെയാണ്. അതൊഴിച്ചിട്ട് ആദ്യം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വരണം. പിന്നെ അത് കഴിഞ്ഞാൽ വെളുത്തുള്ളി മൂത്ത് വന്നതിന് ശേഷം പിന്നെ കുറച്ച് ബീൻസ് ഉണ്ടായിരുന്നില്ലേ അത് ചെറുതാക്കി കട്ട് ചെയ്തതാണ്, അതും നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഒരു വലിയ ഉള്ളിയാണ് എടുത്തത്, മീഡിയം സൈസിലുള്ള ഒരു വലിയ ഉള്ളിയാണ്, അതും ചെറുതാക്കി മുറിച്ചത്, അതും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ബീൻസ് എന്തിനാ ആദ്യം എന്ന് വെച്ചാൽ അത് കുറച്ച് വേവാൻ ഇത്തിരി സമയം എടുക്കണതല്ലേ. അപ്പോൾ ബീൻസ് ആദ്യം ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ വലിയ ഉള്ളിയും ഒക്കെ കുക്കായി വന്നിട്ടുണ്ട്. അടുത്തത് ഇടുന്നത് ക്യാപ്സിക്കാണ്. ക്യാപ്സിക്കം ഒരു ലേശം എടുത്തിട്ടുള്ളൂ, ഒരു 1/4 ഭാഗം എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതും എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടോ. പിന്നെ ക്യാരറ്റാണ്. ക്യാരറ്റ് ഇതേപോലെ നന്നായിട്ടിട്ട് പിന്നെ ലേശം പാകത്തിനുള്ള ഉപ്പിടുക. ഉപ്പിടുമ്പോൾ ഈ വെജിറ്റബിൾസിന് വേണ്ട ഉപ്പ് മാത്രം ഇട്ടാൽ മതി. റൈസിലും ഉപ്പിട്ടിട്ടാണ് വേവിക്കുന്നത്. പിന്നെ എഗ്ഗും നമ്മൾ ഉപ്പിട്ടിട്ടാണ് പൊരിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിക്കൊരു 1/2 ടീസ്പൂണ് സോയാ സോസ് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സോയാ സോസ് ഒഴിക്കുമ്പോൾ ഏകദേശം ഫ്രൈഡ് റൈസിൻ്റെ ഒരു ചെറിയ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ നമ്മൾ കോഴിമുട്ട പൊരിച്ച് വെച്ചതില്ലേ അതും, പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് 3 തണ്ട് എടുത്തിട്ടുള്ളൂ, അതിലൊരു ലേശം എടുത്താൽ മതി. അതും പാടെ അതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പം നല്ല കളർഫുൾ പാത്രമായില്ലേ. ഇനി അടുത്തത് നമ്മൾ റൈസ് ഇട്ട് മിക്സ് ചെയ്യാണ് കേട്ടോ. നമ്മൾ വേവിച്ച അരിയില്ലേ അതെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മേലെ ബാക്കി വന്ന സോയാ സോസ് ഇല്ലേ അതും, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം നമ്മൾ ഗരം മസാല പൗഡറില്ലേ അതും, പിന്നെ മല്ലിച്ചപ്പും ഉണ്ടായിരുന്നു കുറച്ച് മാറ്റി വെച്ചതുണ്ടായിരുന്നില്ലേ അതും പാടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് നല്ലൊരു അടിപൊളി ഫ്രൈഡ് റൈസും ബീഫ് കറിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ.